ഞങ്ങൾ രാവിലെ തന്നെ ഷോപ്പിങ്ങിന് പോവുകയാണ്. അല്ല, ഭക്ഷണം കഴിക്കാൻ പോവാണ്. സോറി, മാറിപ്പോയി. ഞാൻ ഇന്നലെ കോഴിക്കോട് വന്നു. ഏട്ടൻ മെനയാന്ന് വന്നു. അപ്പൊ ഞങ്ങൾ ഫ്ലാറ്റിലൊന്നും ഇരിക്കണില്ല, ഫുഡൊന്നും ഉണ്ടാക്കാനല്ല. അപ്പൊ ഞങ്ങൾ ഇന്ന് രാവിലെ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് അതെ ഷോപ്പിങ്ങിന് പോകാൻ. എന്നിട്ട് വേണം എന്തെങ്കിലും ഉച്ചത്തേക്ക് വെച്ചുണ്ടാക്കാൻ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇങ്ങനെ കാണാം. ഞങ്ങൾ വിചാരിച്ച പോലെ വലിയ തിരക്കൊന്നുമില്ല, കാലിയായിരിക്കുന്നു. പക്ഷെ അപ്പുറത്ത് തിരക്കുണ്ട്. AC-ന്റെ ഏരിയയിൽ വലിയ തിരക്കില്ല. ഒരു ഫാമിലിയുടെ ഞങ്ങളുടെ സാധാരണ ഞങ്ങളിവിടെ പോസ്റ്റ് ചെയ്ത് നിൽക്കാറാണ് പതിവ്. ഇന്നിപ്പോ ആവേശം കഴിഞ്ഞു, വേറെ ഒന്നുകൊണ്ടല്ല, സമയം കഴിഞ്ഞു. ഇവിടെ ഒരു 7:30 തൊട്ട് നല്ല തിരക്കാണ്. ഇതിപ്പോ 9:30 ആയി, ഏകദേശം ഓഫീസ് ടൈമായി. ഇപ്പൊ എല്ലാവരും ഓഫീസിൽ പോയിരുന്നു. അയ്യോ, ഞങ്ങൾ വിശക്കണേ. 7:30 ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ്. അത് ഇന്നലെ രാത്രി ഫുഡ് കഴിച്ചിട്ടില്ല. ഞങ്ങൾ മുട്ടക്കറിയും അപ്പവും. ഇവിടുത്തെ മുട്ടക്കറി നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാകും. നല്ല മുട്ടക്കറി വെക്കാം. എന്താ കഴിക്കുന്നത്? ഇവിടുത്തെ മുട്ടക്കറി മാത്രമല്ല, എല്ലാം നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. പക്ഷെ തിരക്ക് ബീഫ് റോസ്റ്റും പുട്ടും ബീഫും നല്ല ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഏട്ടൻ ബില്ല് കൊടുക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തതാണ്. നല്ല തിരക്കാണ് ഇവിടെ നോർമലി. ഇന്നെന്തോ തിരക്ക് കുറച്ച് കുറവായിരുന്നു, പക്ഷെ എന്നാലും ഒരുപാട് പാർസൽ പോകുന്നുണ്ടായിരുന്നു. രാവിലെ തന്നെ ഇവിടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മോർണിംഗ് തന്നെ ഞങ്ങളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമായിട്ടാണല്ലോ പോകുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ എല്ലാം ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഡെൻ്റൽ ക്ലിനിക്കിലോട്ട് വന്നു. എൻ്റെ അനിയൻ്റെ ഫ്രണ്ടായിരുന്നു, ഡോക്ടറാണ് കീർത്തന. അപ്പം അവരിൽ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കാണ് ഇവിടെ തൃപ്പൂണിത്തുറയുള്ളത്, അമൃത ഡെൻ്റൽ ക്ലിനിക്ക്. അപ്പോഴത്തേക്ക് വന്നു. ഏട്ടന് പല്ല് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല പേടിയാണ്. ഞാനപ്പോൾ ആളറിയാതെ വീഡിയോ എടുത്തതാണ്. ആൾക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ ഉള്ള പല്ല് ഇങ്ങനെയുള്ള ഇതിനൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ദേ ലുലു മോളിൽ എത്തിയിരിക്കുന്നു ഗായ്സ്. തിങ്കളാഴ്ച ആയിട്ടും അന്ന് ചൊവ്വാഴ്ചയായിട്ടും തിരക്ക്. ഞങ്ങൾ പ്ലാൻ മാറ്റി. ഞങ്ങൾ ആദ്യം പർച്ചേസ് നടക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഞങ്ങൾ ഡെൻ്റൽ ക്ലിനിക്കിൽ പോയി ലേറ്റായി. സോ ഞങ്ങൾ ഒരു മൂവിക്ക് കയറാനുള്ള പ്ലാൻ ആണ്. ഹോസ്റ്റലർ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അപ്പം അതിന് ടിക്കറ്റ് കിട്ടുമോ എന്ന് നോക്കട്ടെ. എന്നിട്ട് ടിക്കറ്റ് എടുത്ത് ഫുഡ് കഴിച്ച് അതെ. പക്ഷെ ഫൈറ്റർ ലുലുവില് ഇല്ല, ഒറ്റ ഷോ ഉള്ളൂ ലുലു ഗോൾഡില്. അത് പക്ഷേ ഞങ്ങളിങ്ങനെ നേരെ ലുലുവിൽ പാർക്കിങ്ങിലോട്ട് പോയി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ എന്താ പറയുക പാർക്ക് ചെയ്യാൻ സ്ഥലം കണ്ടുപിടിച്ചു, പാർക്ക് ചെയ്തു. പിന്നെ ഞങ്ങൾ നേരെ ടിക്കറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ടിക്കറ്റ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഞങ്ങൾ ആദ്യം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലോട്ട് പോയി. ഞങ്ങൾ ടൈം ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലിഫ്റ്റ് എടുത്തു. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് നോക്കി കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കയറാനായിരുന്നു പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെ ഫുൾ ഓട്ടോ ആയിപ്പോകും. ഞങ്ങൾ വിചാരിച്ചു ലുലുവിൽ തന്നെ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾ വിചാരിച്ചു പുറത്തുനിന്ന് കഴിച്ചിട്ട് കയറാമെന്ന്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു വേണ്ട, അഥവാ അങ്ങനെ ടിക്കറ്റ് ഫുള്ളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളിത് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ ഹോസ്റ്റലർ കാണാനായിരുന്നു പോണത്. അപ്പം ഞങ്ങൾ ഇത് ഹോസ്റ്റലറിന് ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെ പാരഗൺ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ ടൈമിന് പ്രശ്നം വരില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ഈ പാരഗണിൽ ഇരുന്നു. പിന്നെ സ്ഥിരം പാരഗൺ ബിരിയാണി കഴിക്കാനുള്ള പ്ലാനോട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുമ്പ് നമ്മളൊരു ഡെസേർട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെ ഏട്ടനിങ്ങനെ പല്ല് ക്ലീൻ ചെയ്തപ്പം ഭയങ്കരമായിട്ടൊരു പോളിഷിങ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു എന്താ പറയുക പല്ലിന് ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡെസേർട്ട്, ഒരു തണുപ്പുള്ള എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടുത്തെ ഇളനീർ പുഡിങ് പറയാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടൻ്റെ പേരും പറഞ്ഞ് എനിക്കും കഴിക്കാമല്ലോ.
അപ്പോൾ ഈ ഇളനീർ പുഡിങ് കൊണ്ടുവന്നു. നല്ലതായിരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കും, അവിടെ ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ഇളനീർ പുഡിങ്. അപ്പം അത് കഴിച്ചു. ഞാനാണ് കൂടുതൽ കഴിച്ചത്, ഏട്ടൻ കുറച്ച് കഴിച്ചുള്ളൂ. ആളെ പിന്നെ അങ്ങനെ ഒരുപാട് മധുരം അങ്ങനെ കഴിക്കില്ലല്ലോ. അപ്പോൾ പല്ല് കണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. പിന്നെ പല്ല് ചെവി ആ വക ഐറ്റത്തിനൊക്കെ ഡോക്ടറെ അടുത്ത് പോകാനൊക്കെ ഭയങ്കര പേടിയാണ്. കുറേ ആയിട്ട് ക്ലീനിങ് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ആള് പേടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ബിരിയാണി വന്നു. ഞാൻ ചിക്കൻ ബിരിയാണിയും ഏട്ടൻ മട്ടൻ ബിരിയാണി ആയിരുന്നു പറഞ്ഞത്. ഞാൻ ഹാഫ് ചിക്കൻ ബിരിയാണി, ഏട്ടൻ ഫുൾ ഒരു മട്ടൻ ബിരിയാണി പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു. ഞങ്ങൾ 1-ലായിരുന്നു മൂവി. ഞങ്ങൾ മൂവിക്ക് കയറി, ഓസ്ലറിന് കയറി. നല്ല മൂവിയായിരുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ റിവ്യൂ കേട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പോകാനുള്ള ടൈം കിട്ടിയില്ല. കാരണം ഞാൻ കോഴിക്കോടും ഏട്ടൻ ട്രിവാൻഡ്രത്തും ഷൂട്ടിലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഓസ്ലർ കണ്ടു. പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ലുലുവിൽ പോയി പർച്ചേസ് ചെയ്ത് നേരെ